ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് ഡേ എപ്പിസോഡ് 3 റിവ്യൂ. രാവിലെ തന്നെ അനീഷിൻ്റെ സുപ്രഭാതം എന്ന ഒരിയിടലും ഷാനവാസിൻ്റെ കുത്തിത്തിരുകലും അനുമോളുടെ കരച്ചിലും ജിസൈൽ എന്ന പെൺപുലിയുടെ പുതിയ അവതാരവും നിങ്ങൾ ഗുണ്ടകളാണെങ്കിൽ ഞാൻ ഗുണ്ടിയാണെന്നുള്ള പ്രസ്താവനയും പിന്നെ പഠിപ്പുര ടാസ്കും പിന്നെ പുറത്താക്കാനുള്ള കട്ടിൽ ടാസ്കുമായി സംഭവബഹുലമായ ഇന്നത്തെ ദിവസം. രാവിലെ തന്നെ അനീഷ് സുപ്രഭാതം എന്ന് പറഞ്ഞ് വേർപ്പിക്കാൻ തുടങ്ങി. അത് കണ്ട് അപ്പാനിശരത്തും വന്ന് തൻ്റെ ഒരു സുപ്രഭാതം പറഞ്ഞിട്ട് ഒച്ചയിടലും ബഹളവും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് അനുമോളുടെ അടുത്തും അനുമോൾ ഡോക്ടർമാരെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ് പൈസയ്ക്കാണ് ഡോക്ടർമാർ കുറിപ്പെടുത്തുന്നത് പറഞ്ഞിട്ട് കുറേ എന്തൊക്കെ പറഞ്ഞു. ഇത് കേട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ കരച്ചിലും. അത് കഴിഞ്ഞപ്പോൾ അക്ബറും അപ്പാനി ശരത്തൊക്കെ കൂടി അഭിഷേകൊക്കെ കൂടി ജിഷൈൻ്റെ അടുത്ത് വന്നിട്ട് ജിഷൈൽ ആക്റ്റീവല്ല, വെറുതെ മേക്കപ്പും ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ജിഷൈനെ ചൊറയാൻ ചെന്നപ്പോൾ ജിഷൈൽ നല്ലത് കൊടുത്തു. ജിഷൈൽ പറഞ്ഞു, വെറുതെ അനീഷിൻ്റെ പുറകെയാണ് നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യണം അതുപോലെ ഞാൻ ചെയ്യണം, ഞാൻ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രതികരിക്കൂ, നിങ്ങൾ ഗുണ്ടകളെ പോലെ പെരുമാറണമെങ്കിൽ ഞാൻ ഇവിടെ ഗുണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ജിഷൈൽ നന്നായിട്ട് സ്കോർ ചെയ്തു. അവസാനം സഹിയിട്ട് അപ്പാനെയൊക്കെ പ്രാങ്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ പഠിപ്പുര ടാസ്ക്, അതിന് ആദിലയും നൂറയും പിന്നെ അക്ബറുമാണ് പങ്കെടുത്തത്. പക്ഷേ ആ ടാസ്കിൽ അമ്പെ പരാജയപ്പെട്ടു. അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ഈ ടാസ്ക് അറ്റൻഡ് ചെയ്തു, പക്ഷേ അത് പരാജയപ്പെട്ടു. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പുതിയ ടാസ്കുമായി ബിഗ് ബോസ്. അതിൻ്റെ പരിണത ഫലം എവിഷനായിരിക്കുമെന്ന് മുന്നറിയിപ്പുമായി ബിഗ് ബോസ് വീണ്ടും. ഈ ബിഗ് ബോസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത 4 പേരെ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുക. അവർ രാത്രി മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് മുതൽ രാവിലെ നേരം എടുക്കുന്നവരെ ഉറങ്ങാതെ പുറത്ത് നിൽക്കുക. പുറത്ത് ഒരു കട്ടിലുണ്ടായിരിക്കും, അതിൽ ഒരു സമയം ഒരാൾക്ക് കിടക്കാം, പക്ഷേ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ഇവരെ കട്ടിലോടുകൂടി എടുത്ത് ഗാർഡൻ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് സോണിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ റെഡ് സോണിൽ കൊണ്ടുവച്ചാൽ ഇവർ വേണമെങ്കിൽ എവിഷൻ ചെയ്ത് പുറത്താക്കാവുന്നതാണ് ബിഗ് ബോസിന്. ബാക്കിയുള്ള 3 പേർ കട്ടിലിനോട് ചേർന്ന് മാറി നിന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് വീക്ഷിക്കുക. അവരും ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങിയാൽ അവരെ വേണമെങ്കിൽ പതുക്കെ പുറത്ത് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്, റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ലൈറ്റ് തെളിയും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യം ഷാനവാസ്, ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഷാനവാസ്, രണ്ടാമത് ശൈത്യ, മൂന്നാമത് ജിസൈൽ, നാലാമത് വിൻസി. ഇനി എന്താണ് അവരുടെ പരിപാടി? ഇവർ വിജയിക്കുമോ അതോ ആരെങ്കിലും പുറത്താകുമോ? അങ്ങനെയുള്ള ടാസ്കുകളിൽ ബിൻസി കട്ടിൽ കിടപ്പുണ്ട്, ഉറങ്ങിയോന്നറിയില്ല. ജിഷൈൽ പുറത്ത് നോക്കിയിരിപ്പുണ്ട്, ഷാനവാസ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ശൈത്യം പതുക്കെ ഉറക്കുന്നു നിൽപ്പുണ്ട്. 3:30 സമയം. എല്ലാവരും കുറേ പേരൊക്കെ പോയി ഉറങ്ങി, കുറേ പേരൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, വന്ന് പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ.